ത്തിനുള്ള ആന എഴുന്നള്ളപ്പിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിയുടെ അധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചുവെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. സുരക്ഷാ കാരണമാണ് മാർഗനിർദ്ദേശങ്ങൾ എന്ന് മനസ്സിലാക്കാത്തതെന്ത് എന്ന് കോടതി ചോദിച്ചു. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്? കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ആളുകളുടെ സുരക്ഷയെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ്. അതായത് ഉത്സവത്തിനെത്തുന്ന ആളുകളുടെ സുരക്ഷയാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്താണ്, അതായത് ആനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ എന്താണ് ഇത്ര തടസ്സമെന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല, സുരക്ഷാ കാരണങ്ങൾ അങ്ങനെയാണ് കൃത്യമായി പറഞ്ഞാൽ സുരക്ഷാ കാരണമാണ് മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കാനുള്ള കാരണം എന്ന് എന്താണ് മനസ്സിലാക്കാത്തത് എന്നാണ് ചോദിച്ചത്. മാത്രമല്ല, മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനാകില്ല എന്ന് ദേവസ്വം ബോർഡുകളോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാകുമെന്നും സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത് കൃത്യമായി പാലിക്കുക തന്നെ വേണം. ജാമ്യമില്ലാ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് കോടതി ജില്ലാ കളക്ടർ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ചും ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ കുറ്റമാണ്, അതായത് ആ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചത് ജാമ്യമില്ലാ കുറ്റമാണ് എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ജില്ലാ കളക്ടർ അത്തരത്തിലാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ മനഃപൂർവ്വം ലംഘിക്കുന്നു. ഉത്സവത്തിനെത്തുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർഗനിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത് ഉത്സവത്തിനെത്തുന്ന ആളുകളുടെ സുരക്ഷയെ കണക്കാക്കിയാണ്. അതേസമയം ഈ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിൽ 3 ദിവസം മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. പക്ഷെ 4-ാം ദിവസം വൈകുന്നേരം മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് എഴുന്നള്ളിപ്പ് നടത്തിയ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട്. ആനകൾ തമ്മിലുള്ള അകല പരിധി പാലിച്ചില്ല എന്നാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും പാലിച്ചിട്ടില്ലെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കളക്ടർ ഓൺലൈനിലാണ് കോടതിയിൽ വാദവുമായി ബന്ധപ്പെട്ട് ഹാജരായത്. അഭിലാഷ്, ഇതിനപ്പുറത്ത് കോടതി മറ്റേതെങ്കിലും തരത്തിൽ, അതായത് ഈ കോടതി ഉത്തരവ് ലംഘിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൂടുതൽ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ഈ ദേവസ്വത്തിന്റെ നടപടിക്ക് എതിരെ മറ്റെന്തെങ്കിലും ശിക്ഷാ നടപടികളോ അത്തരം പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസറോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ദിവസവും ലംഘിച്ചിട്ട് ഒരുമിച്ച് വാദം അറിയിക്കാമെന്നാണോ എന്നാണ് കോടതി ചോദിച്ചത്. അകല പരിധി ലംഘിച്ചാൽ ആനകളെ എഴുന്നള്ളിക്കാനുള്ള അനുമതി പിൻവലിക്കുമെന്നും ഉടമകൾക്കും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേവസ്വം ഭാരവാഹികൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്.